ഇന്നലെ ഒരു വീഡിയോ ആസ്ട്രോണമിയെക്കുറിച്ച് പറയുകയുണ്ടായി. ആസ്ട്രോണമിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം ഞാനിവിടെ വന്നത് LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ബുധനെക്കുറിച്ച് പറയുകയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. സ്മാളസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം. ആൻസർ മെർക്കുറി അല്ലെങ്കിൽ ബുധനാണ്. മെർക്കുറി കേട്ടോ, ബുധന്റെ ഇംഗ്ലീഷാണ് മെർക്കുറി. അതുപോലെ പറയുകയാണെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും ഇത് തന്നെയാണ്, ബുധനാണ്. നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ, ആൻസർ എന്താണ്? മെർക്കുറി. നിയറസ്റ്റ് പ്ലാനറ്റ് ടു ദ സൺ, ആൻസർ മെർക്കുറിയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ രണ്ടാമത്തെ ഗ്രഹം, സെക്കൻഡ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, ആൻസർ മെർക്കുറിയാണ്. അതുപോലെ ബുധൻ എന്തില്ല? ബുധന് ഉപഗ്രഹങ്ങളില്ല. ബുധന് പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളില്ല. മെർക്കുറി ഹാസ് നോ നാച്ചുറൽ സാറ്റലൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ബുധനെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഫാസ്റ്റസ്റ്റ് റിവോൾവിംഗ് പ്ലാനറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. 88 ദിവസം കൊണ്ടാണ് ബുധൻ എന്ത് ചെയ്യുന്നത്? സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. നമ്മൾ ബുധനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആരെക്കുറിച്ച് പറയുകയാണ്? ശുക്രനെ കുറിച്ച് പറയുകയാണ്. ശുക്രന്റെ ഇംഗ്ലീഷ് എന്താണ്? വീനസ്. ശുക്രനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. വലിപ്പത്തിൽ 6ാം സ്ഥാനം. വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ്? 6ാം സ്ഥാനമാണ്. 6th ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, ആൻസർ എന്താണ്? വീനസ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു, സായാഹ്ന നക്ഷത്രം എന്നറിയപ്പെടുന്നു, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. വീനസ് 3 പേരുകൾ, അല്ലെങ്കിൽ ശുക്രൻ 3 പേരുകൾ അറിയപ്പെടുന്നുണ്ട്. വീനസ് ഈസ് നോൺ ആസ് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ ആൻഡ് ടിൻ പ്ലാനറ്റ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, ആൻസർ വീനസ്. അത് ശുക്രനിൽ ചൂട് കൂടാനുള്ള കാരണം എന്താണ്? സൾഫ്യൂറിക് ആസിഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശുക്രനിൽ ചൂട് കൂടുന്നത്. The hottest planet of the sun, answer Venus, because of the presence of carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്യുന്നു? ശുക്രനിൽ ചൂട് കൂടുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷ ചോദിക്കാൻ സാധ്യതയേറിയ ഒരു ക്വസ്റ്റ്യനാണ്. സൾഫ്യൂറിക് ആസിഡിന്റെ സാന്നിധ്യമുള്ള ഗ്രഹം. വീനസ് ഹാസ് ദ പ്രസൻസ് ഓഫ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡിന്റെ സാന്നിധ്യമുള്ള ഗ്രഹം ഏതാണ്? വീനസ് ആണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശുക്രനിലെ പീഠഭൂമി ഏതാണ്? ശുക്രനിലൊരു പീഠഭൂമിയുണ്ട്. ഏതാണത്? ലക്ഷ്മി പ്ലാനം, പ്ലേറ്റ്യൂ ഓഫ് വീനസ്, ആൻസർ ലക്ഷ്മി പ്ലാനം. അതുപോലെ ശുക്രൻ എന്തില്ല? ശുക്രനും ബുധനെ പോലെ തന്നെ എന്തില്ല? പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളില്ല. പ്ലാനറ്റ് വീനസ് ഹാസ് നോ നാച്ചുറൽ സാറ്റലൈറ്റ്. നമ്മൾ ശുക്രനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നമ്മൾ ആരെക്കുറിച്ച് പറയുകയാണ്? നമ്മൾ ഭൂമിയെക്കുറിച്ച് പറയുകയാണ്. ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജീവന്റെ സാന്നിധ്യമുള്ള ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. The planet Earth has the presence of life. ജീവന്റെ സാന്നിധ്യമുള്ള ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. അതുപോലെ വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ്? വലിപ്പത്തിൽ 5ാം സ്ഥാനം. 5th ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, ആൻസർ എന്താണ്? വീനസ്. 5th ലാർജസ്റ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം, ആൻസർ വീനസ്. വീനസ് അല്ല, എർത്ത് കേട്ടോ, എർത്താണ്.
അതുപോലെ പറയുകയാണെങ്കിൽ മോസ്റ്റ് ഡെൻസറ്റ് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം ആൻസർ എർത്ത്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഭൂമി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, നീലഗ്രഹം എന്നറിയപ്പെടുന്നു. എർത്ത് ഈസ് നോൺ ആസ് ബ്ലൂ സ്റ്റാർ. ബ്ലൂ സ്റ്റാർ അല്ല, ബ്ലൂ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതിനെയാണ് എർത്തിനെയാണ്. എർത്ത് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്. അതുപോലെ തന്നെ റൊട്ടേഷന് ആവശ്യമായ സമയത്താണ്, ഭൂമിയുടെ റൊട്ടേഷൻ ആവശ്യമായ സമയത്താണ് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ടൈം നീഡ് ഫോർ റൊട്ടേഷൻ ആൻസർ 24 hours ഓർ 1 day. അതുപോലെ തന്നെ റിവോല്യൂഷന് ആവശ്യമായ സമയത്താണ്, റിവോല്യൂഷന് ആവശ്യമായ സമയത്താണ്, പരിക്രമണത്തിന് ആവശ്യമായ സമയത്താണ് 366 ദിവസം. ടൈം നീഡ് ഫോർ റിവോല്യൂഷൻ ആൻസർ 366 days. ഇനി നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ പറഞ്ഞു the earth has only one natural satellite. earth has only one natural satellite. ഏതാണത്? the earth has only one natural satellite. ആൻസർ the moon. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ്? സെലനോളജിയാണ്. സ്റ്റഡി ഓഫ് മൂൺ ആൻസർ സെലനോളജി. സ്റ്റഡി ഓഫ് യൂണിവേഴ്സ് കോസ്മോളജി. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കോസ്മോളജിയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം ആൻസർ കോസ്മോളജി. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സത്യപ്രപഞ്ചം എന്നൊക്കെ പറയത്തില്ലേ? സത്യപ്രപഞ്ചം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത്? കോസ്മോളജി. അതുപോലെ തന്നെ ഇനി നമ്മൾ മാഴ്സ്, ചൊവ്വയെക്കുറിച്ച് പറയുകയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിപ്പത്തിൽ 7ാം സ്ഥാനം. വലിപ്പത്തിൽ 7ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹം ഏതാണ്? വലിപ്പത്തിൽ 7ാം സ്ഥാനം അർഹിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ചൊവ്വ അല്ലെങ്കിൽ മാഴ്സ് ആണ്. ചൊവ്വ അല്ലെങ്കിൽ മാഴ്സ് ആണ്. ചൊവ്വ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ചൊവ്വയാണ് അല്ലെങ്കിൽ മാഴ്സിനെയാണ്. റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ചൊവ്വയാണ് അല്ലെങ്കിൽ മാഴ്സ് ആണ്. അതുപോലെ തന്നെ ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അതുപോലെ തന്നെയാണ് മാഴ്സ് ആണ്. പ്ലാനറ്റ് മാഴ്സ് ഈസ് നോൺ ആസ് ഫോസിൽ പ്ലാനറ്റ്. ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ചൊവ്വയുടെ 2 പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെ? ഡീമോസും ഫോബോസും. 2 നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് മാഴ്സ്. ഡീമോസ് ആസ് വെൽ ആസ് ഫോബോസ്. ഡീമോസും ഫോബോസും. അപ്പൊ ഡീമോസ് എന്ന് പറഞ്ഞു സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ സാറ്റലൈറ്റ് ആണിത്. ഡീമോസ്, സ്മാളസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് സോളാർ സിസ്റ്റം. ആൻസർ ഡീമോസ്. സ്മാളസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം. ആൻസർ ഡീമോസ് ആണ്. ഫോബോസോ? ഫോബോസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് മൂൺ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഫോബോസിനെയാണ്. ഫോബോസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് മൂൺ. ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്നു ഫോബോസ്. നമ്മൾ ചൊവ്വയെ കുറിച്ച് പറഞ്ഞു. ഇനി വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അതൊക്കെയുണ്ട്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ, വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയാറുണ്ട് സുഹൃത്ത്. സുഹൃത്തെന്ന് പറയാറുണ്ട്. ആരാണത് സുഹൃത്ത് കേട്ടോ? വിശ്വസ്തന 1000 ബന്ധുക്കളെക്കാൾ മൂല്യം ആർക്കാണ്? വിശ്വസ്തനായ ഒരു സുഹൃത്തിനുണ്ടെന്നാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. 1000 ബന്ധുക്കളെക്കാൾ മൂല്യമാണ് വിശ്വസ്തനായ ഒരു നല്ല സുഹൃത്തിന്. സുഹൃത്ത് ആരായിരിക്കണം? സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തെന്ന് പറഞ്ഞാൽ ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് കേട്ടോ. ആപത്തിൽ ഉപകരിക്കുന്ന ഒരാളിനെ നമുക്ക് എന്ത് വിളിക്കാം? സുഹൃത്ത് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളൊക്കെ സുഹൃത്ത് എപ്പോഴും ആരായിരിക്കണം? സുഹൃത്തെന്ന് പറഞ്ഞാൽ നമ്മെ തിന്മയിലേക്ക് കടക്കാതെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം ഒരു യഥാർത്ഥ നല്ല സുഹൃത്ത് കേട്ടോ. തിന്മയുടെ മാർഗം സ്വീകരിക്കുന്ന ഒരാളെന്തല്ല, ഒരിക്കലും ആളെന്തല്ല, ഒരു നല്ല സുഹൃത്തല്ല. നല്ല സുഹൃത്ത് എപ്പോഴും എന്തായിരിക്കണം? നന്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരിക്കണം. തൻ്റെ സുഹൃത്തിനെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കണം നല്ല സുഹൃത്ത്. ആപത്തിൽ രക്ഷിക്കുന്നവനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആപത്തിൽ രക്ഷിക്കുന്നവനാണ് ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞു. ആപത്തിലേക്ക് സുഹൃത്ത് കടക്കുമ്പോൾ അത് പറഞ്ഞ് തടയുന്ന ഒരാളാണെന്ത് യഥാർത്ഥ നല്ല സുഹൃത്ത് കേട്ടോ. നമുക്ക് നമ്മുടെ സുഖദുഃഖങ്ങളിൽ തണലാകുന്ന ഒരാളാണ് നല്ല സുഹൃത്ത് കേട്ടോ. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന ഒരാളിനെ നമുക്ക് എന്തു പറയാൻ കഴിയും? ഒരു നല്ല സുഹൃത്തെന്ന് പറയാൻ കഴിയും കേട്ടോ.
നല്ല സുഹൃത്തിനെയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. നല്ല സുഹൃത്തിനെയൊക്കെ ലഭിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ചങ്ങാതി നന്നായാൽ എന്ത് വേണ്ട, കണ്ണാടി വേണ്ട എന്നാണ് കേട്ടോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ആ സുഹൃത്ത് നന്മയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം നല്ലൊരു നല്ല സുഹൃത്ത് കേട്ടോ. നല്ല ഉപദേശങ്ങൾ നൽകുന്ന ഒരാളായിരിക്കണം ഒരു നല്ല സുഹൃത്ത്. നല്ല സുഹൃത്തിൽ നിന്ന് എന്ത് ലഭിക്കണം, ആ നല്ല ഉപദേശങ്ങൾ ലഭിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്താണ്, സുഹൃത്ത് ബന്ധങ്ങളുടെ മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലുതാണ് കേട്ടോ, വളരെ വലുതാണ്. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, 1000 ബന്ധുക്കളെക്കാൾ മൂല്യമുണ്ട് ഒരു യഥാർത്ഥ നല്ല സുഹൃത്തിന്, വിശ്വസ്തനായൊരു സുഹൃത്തിന് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും നിലനിർത്തുക കേട്ടോ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുക കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഇരുമ്പിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് കേട്ടോ. പക്ഷെ ഇരുമ്പ് എന്ത് ചെയ്യും, സ്വയം നശിക്കും. ഇരുമ്പ് തുരുമ്പ് കയറി പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ നശിപ്പിക്കാൻ എന്തില്ല, നമ്മളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന. പക്ഷെ ആർക്ക് കഴിയും, നമ്മുടെ ചിന്താഗതികൾക്ക് ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ചിന്താഗതികൾ വളർത്തിയെടുക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്മയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഇത്ര ഓർത്താൽ മതി, ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന നന്മയുള്ള ആളാണ്. വേറെ എങ്കിലും ആരാണ് നന്മയുള്ളത് ഒരാളെന്ന് വെച്ചാൽ അതിൻ്റെ ഒറ്റ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? മറ്റൊരാളോട് ഒരു ദ്രോഹചിന്ത പോലും ഇല്ലാത്തൊരു വ്യക്തി, അദ്ദേഹം ഒരു നന്മയുള്ള ഒരാളാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഡെഫിനിഷൻ. മറ്റൊരാളോട് ദ്രോഹചിന്തയില്ല, ഒരു വ്യക്തിയോടും യാതൊരു ദ്രോഹചിന്തകളില്ലെങ്കിൽ, ദ്രോഹചിന്തയില്ലാത്തൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ആരാണ്? ആ ഒരു നന്മമരമാണ് കേട്ടോ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല, പറയാൻ ഒരുപാട് കൂടിപ്പോവും. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രയാസമായിട്ട് വരും. നമ്മൾ തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക, വീഡിയോ കാണുക.